ആകെ ഇങ്ങനെ വിഷമിച്ച് കുത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആയിട്ട് എന്റെ ഇച്ചാൻ ഇങ്ങനെ ഒരു അവസ്ഥ. ക്രിസ്മസ് ഇങ്ങനെ I feel like I'm losing my mind. Is everybody in the world blind? ബീറ്റ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ രണ്ട് ജോലിക്കൊക്കെ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. ആകെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല. വീഡിയോ ഒന്നും ഞങ്ങൾ ഇടണമെന്നൊക്കെ വിചാരിച്ചു വന്നു, പക്ഷെ ഇടാനുള്ള ഒരു മൂടൊന്നും ഇല്ലായിരുന്നു. ഉച്ചനെ ചെറുതായിട്ടൊന്ന് വയ്യാഴ്മയാണ്. ഒരു എന്താ പറയാ, ആ യൂറിക് ആസിഡിന്റെ പ്രശ്നമാണോ എന്ന് അറിഞ്ഞൂടെ. തണുപ്പ് കാലം വരുമ്പോൾ ഓരോ അസുഖങ്ങൾ എല്ലാവർക്കും വരുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഉള്ളിൽ കിടക്കുന്ന അസുഖം എല്ലാം പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇച്ചാന്റെ കാലില് വീണ്ടും ചെറിയൊരു പ്രശ്നമായിട്ട് വന്നേക്കാണ്. ഇപ്പൊ ഒരു എന്തോ ഒരു ചെറിയൊരു മുഴ കണക്ക് ഇങ്ങനെ തോന്നുന്നു. അതെന്താന്ന് നെല്ലിക്ക വലിപ്പത്തിലുണ്ട്. ചെറിയ പെയിൻ ഉണ്ട്. ഇപ്പം ഞങ്ങളിപ്പോ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നേ ഉള്ളൂ. നടക്കാനൊന്നും പറ്റുന്നില്ല. ഉള്ളത് ഇങ്ങനെ നിൽക്കുകയാണ്. നീ ഹോസ്പിറ്റലിൽ എങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇത്തിരി ഓയിൽമെന്റ്, നമ്മുടെ അവിടെ ജോലി ചെയ്യുന്ന ഒരു പയ്യന്റെ കാലിന് അവനും ഇതുപോലെ യൂറിക് ആസിഡിന്റെ പ്രശ്നം വന്നപ്പം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവര് ഓയിൽമെന്റും കുറെ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഓയിൽമെന്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുള്ള. നേരത്തെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അത് പുറത്തോട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം അത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കാലിന്റെ, ഞങ്ങൾ കാണിച്ചു തരാം, കാലിന്റെ കണ്ണയുടെ ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ ഇരുന്നതാ. ഇപ്പൊ അത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നേരത്തെയൊക്കെ ഇതുപോലെ വരുമെങ്കിൽ ഇച്ചാൻ പറയുന്നുണ്ടെങ്കിലും വേദന നേരത്തെ പറയുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മുഴയായിട്ട് ആദ്യമായിട്ടാ വരുന്നത്. ഞങ്ങള് കുറച്ചു പേരോടൊക്കെ അന്വേഷിച്ചു. അപ്പൊ അവരൊക്കെ പറയുന്നത് പേടിക്കാനായിട്ടൊന്നും ഇല്ല, കുഴപ്പമില്ല. പെയിന് അത് തൊടുമ്പോ ഒരു ചെറിയ പെയിൻ ഉണ്ട് അല്ലേ, പക്ഷെ നടക്കുമ്പോ കുറെ നടന്നു കഴിയുമ്പോൾ കാലിനകം പുകച്ചിലാണ്. അത് കാലിന് ഉൾഭാഗമൊക്കെ പോലെ അത് യൂറിക് ആസിഡിന്റെ ആണോ ഇതിന്റെ ആണോ എന്നറിയില്ല. അത് എന്തെങ്കിലും നമ്മൾ എത്ര കുറെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു നോക്കിയതാ, പക്ഷെ അങ്ങോട്ട് മാറുന്നില്ല. എനിക്ക് തോന്നുന്നു ആയുർവേദം തന്നെ ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നത്. അതിപ്പോ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെയൊക്കെ കൊള്ളയാട്ടോ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്ന കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് പൈസയും പോകും. നമ്മള് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യം നടക്കത്തുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്ന പറ്റുമെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് ഒക്കെ ചെയ്യാനുള്ള പരിപാടിയില്ല. ഇപ്പൊ ഉടനെ നാട്ടിൽ പോവാണോന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. നമ്മളിപ്പോ പോയിട്ട് വന്നിട്ട് 1 വർഷം പോലും ആയില്ലല്ലോ, അധികം നാളായിട്ടില്ല, 8 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിനു മുമ്പേ ഇപ്പൊ ചോദിച്ചാൽ നമ്മൾ തന്നെ പിന്നെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടി വരും. അവര് ചെയ്താലും നമ്മൾ ആ പൈസ പിന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു താളത്തിന് പോയിക്കൊണ്ടിരിക്കുക. ആ താളങ്ങളെല്ലാം തെറ്റിപ്പോവും. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ കാല് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഒന്ന് കാണിട്ട് വെച്ചാൽ ഉണ്ടോ ഒരു ചെറിയ മുഴ ഉണ്ടോ? അതുണ്ട് ഈ ഭാഗത്തോട്ട്. ഇത് കാലിന്റെ കണ്ണ, നോർമൽ ആയിട്ടുള്ള കാലിന്റെ കണ്ണ. അവിടെ ആയിട്ടുള്ളത് ആ മുഴയായിട്ട് കാണുന്നത്. ആ 2 കളറായിട്ട് തോന്നുന്നത് എന്തെന്ന് പറയുമ്പോ ചെരുപ്പിട്ട അങ്ങനെ ആയതാട്ടോ. ചെരുപ്പിട്ട അങ്ങനെ ആയത്. ആകെ ഇങ്ങനെ വിഷമിച്ച് കുത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും ഞാൻ ഓയിൽമെന്റ് ഒക്കെ ഇട്ട് തരാം. ബിൻസി എങ്ങനെ ഓയിൽമെന്റ് ഒക്കെ ഇട്ട് തരുക കേട്ടോ. മസാജ് ചെയ്ത് തരുക. മസാജ് ചെയ്താലും മതിയാവുന്ന പറയുന്നത്. ഇത് ഞാൻ കൊറേ ഇതിങ്ങനെ ചെയ്ത് നോക്കിയതാ. ചൂടൊക്കെ പിടിച്ചു നോക്കി, അതുപോലെ തന്നെ എല്ലാം ചെയ്ത് നോക്കിയതാ. എന്നിട്ടെങ്കിൽ അത് മാറിയില്ല. എന്റെ കയ്യിലൊരു എണ്ണ ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. ആ എണ്ണയൊക്കെ ഇട്ട് നോക്കിയതാ, പക്ഷെ അങ്ങോട്ട് മാറുന്നില്ല. ഇതിപ്പോ ഇന്ന് ഞാൻ ആ ഓയിൽമെന്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ അതിട്ടിട്ട് നല്ലതായിട്ടൊന്ന് ചെയ്ത് നോക്കട്ടെ. 2 ദിവസം ചെയ്തിട്ട് കുറവില്ലെങ്കിൽ തീരെ വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ. ഞങ്ങൾ ഇത് നോക്കിയായിരുന്നു, നെറ്റിലെല്ലാം നോക്കി. നെറ്റ് നോക്കിയപ്പോ ഇതിന്റെ പേരെന്തോ പറഞ്ഞേ, ഇംഗ്ലീഷ് പേരാ, വലിയൊരു പേരാ, ഗാഗ്ലിയൻ സിസ്റ്റോ അങ്ങനെ എങ്ങാണ്ടാ പറഞ്ഞത്. അത് ഗാഗ്ലിയൻ ക്രൈസ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തോ ആണ് വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങളത് നോക്കി. അപ്പൊ അതിനകത്തൊക്കെ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ളതൊന്നും അല്ല, മസാജ് ചെയ്ത് വിട്ടാ മതി പറയുന്നത്. പിന്നെ ഇതിനിപ്പം അതാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, അത് വലിച്ചെടുത്ത് കളയും. ചിലവരാണെങ്കിൽ അത് നല്ല കട്ടിയായിട്ടിരിക്കുന്ന അത് കീറിയാൻ വെച്ചിട്ട് അതെടുത്ത് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് കളയും. അങ്ങനെയൊക്കെയാണ് കണ്ടത് ഞങ്ങൾ യൂട്യൂബിനകത്തൊക്കെ. പക്ഷെ ഇത് നമുക്കിവിടെ പേടിയെന്ന്, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ അന്നേരം പിടിച്ച് ഒരു സ്കാനിങ് ഒക്കെ എഴുതി തരും. അതുകൊണ്ട് സ്കാനിങ് ഒക്കെ എഴുതി തന്നു കഴിഞ്ഞാലേ ഭയങ്കര പൈസ മാത്രമല്ല നമുക്കൊരു ടെൻഷനും പിന്നെ വരത്തില്ലേ. പിന്നെ നോർമലി മാറുമെന്നൊക്കെയാ പറയുന്നത്. അയ്യോ കീറുന്ന കാര്യമൊന്നും പറയല്ലേ, ഓർമ്മിക്കല്ലേ. ഇത് തനിയെ പോകും കേട്ടോ. നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ചെറിയ മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. വേണ്ട, ഞൊട്ടയൊന്നും ഇടണ്ട, ഞൊട്ട ഇടാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. എനിക്കത് ചെറുതായിട്ട് പെയിനുണ്ട്. അതാണ് പറയുന്നത്.
ഇങ്ങനെ തടി വെച്ചിരിക്കരുതെന്ന് പറഞ്ഞു കൊടുക്ക്. കുറച്ച് തടിയും ആ മുഴയായിട്ട് യാതൊരു ബന്ധമില്ല. എക്സസൈസ് ഒക്കെ ചെയ്ത് ശരീര വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ശരീരത്തിന്റെ വെയിറ്റ് കൂടുമ്പോഴല്ലേ കാലിന്റെ കണ്ണയുടെ അവിടെയും മുട്ടിനും ഒക്കെ പെയിൻ വരുന്നത്. അത് പറഞ്ഞ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി കൊടുക്കും. ഞങ്ങള് തടിയൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇത് പാരമ്പര്യമാണെന്നേ, മാറാൻ പാടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മുഴ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലൊരു ഇത് വന്നിട്ടുള്ളവരുണ്ട്, എന്ത് ചെയ്താൽ മാറിയിട്ടുള്ളത് എന്നൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. പൊടിക്കൈകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. പക്ഷെ ഇത് മൂവ് ആവുന്നില്ലെങ്കിലും പക്ഷെ നല്ല ഞെങ്ങും ഉള്ളൂന്നുണ്ട്. എല്ലൊന്നും അല്ല, നമ്മുടെ ഈ കാലിന്റെ കണ്ണയിലെ എല്ല് പോലെ. എന്തൊരു ഹോസ്പിറ്റലിൽ കാണിക്കും, എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കത്തുള്ളൂ. 1-ാം തീയതി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കത്തുള്ളൂ. സാലറി കിട്ടിട്ട് അതായത് നമുക്ക് ഈ പ്രവാസികൾക്കൊക്കെ പെട്ടെന്നൊരു വയ്യായ്മ വന്ന എടുപിടി നമ്മുടെ കയ്യിൽ കാശൊന്നും കാണത്തില്ല. കാരണം നമ്മളെ ഈ ശമ്പളം കിട്ടുമ്പോഴേ നമ്മള് ഓരോ ആവശ്യങ്ങള്, നാട്ടില് കാര്യങ്ങള് അങ്ങനെയൊക്കെ അയച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ചെലവിനുള്ള അത്യാവശ്യ ചെലവിനുള്ള പൈസയൊക്കെ തന്നെ കൈ വെച്ചേക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിനി 1-ാം തീയതി ആവാറായല്ലോ. നാളെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആയിട്ട് എന്റെ ഇച്ചാൻ ഇങ്ങനെ ഒരു അവസ്ഥ. ക്രിസ്മസ് ഇങ്ങനെ പക്ഷെ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ? നടന്ന് പോകാനൊക്കെ പറ്റുന്നുണ്ട്. ഡ്യൂട്ടിക്ക് ലീവ് എടുക്കാക്കൂലല്ലോ. അതുകൊണ്ട് പിന്നെ ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് നാളെയും ഡ്യൂട്ടി ഉണ്ട്. ക്രിസ്മസ് ഒക്കെ നാട്ടില് കൊച്ചുങ്ങളൊക്കെ വിളിച്ച് ക്രിസ്മസ് എന്നൊക്കെ പറയുന്നുണ്ട്. ക്രിസ്മസ് ആയാലും എന്ത്, ന്യൂ ഇയർ ആയാലും എന്ത്, എല്ലാ ദിവസവും ഒരുപോലെ. കലണ്ടറിൽ മാത്രം ദിവസങ്ങൾ കലണ്ടറിൽ ഒരു ചുമപ്പ് കളർ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ അവധിയില്ല. നാട്ടില് ചുവന്ന കളറൊക്കെ വന്നാൽ എല്ലാവർക്കും ഒരു സന്തോഷമോ, ഒരു അവധിയൊക്കെ എത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു കേട്ടോ. എൻ്റെ ഇച്ചാൻ്റെ കാലിന്റെ വേദനയൊക്കെ മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത് എന്താണെന്ന് അറിയത്തില്ല, ശരിക്കും നല്ല പേടിയുണ്ട് എനിക്ക്. നോക്കട്ടെ, എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ആണെന്നുണ്ടെങ്കിൽ പേടിക്കാനില്ല. 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും ബൈ ബൈ.